വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് കൺഫ്യൂഷനാണോ? എന്നാൽ ഈ ഒരു പലഹാരം പിടിച്ചോളൂ, വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് നമുക്ക് വേണ്ടത്. 2 പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും ചേർത്തിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉടയുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർക്കുക. തേങ്ങയൊന്നും ഒഴിവാക്കരുതേ, അത് മസ്റ്റായിട്ടും ചേർക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്നതായിട്ട് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സായി വന്ന ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത്. പിന്നെ നമ്മൾ അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരു ചെറിയൊരു ഒട്ടുന്ന രീതിയിലായിരിക്കും, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുക. ബോൾസ് ആക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടൂല. ഇതുപോലെ നുള്ളിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ ഒന്ന് ചൂടാറുമ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.